ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഉണ്ണിയാപ്പൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ കുറച്ച് ലേറ്റ് ആയി പോയിട്ട് അപ്ലോഡ് ആക്കാൻ വോയിസ് ഓവർ കൊടുക്കാൻ ലേറ്റ് ആയത്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇഫ്താറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. അപ്പം രാവിലെ സമയം 6:30 ഏർലി മോർണിംഗ്. അപ്പോൾ രാവിലെ അച്ഛന് നേരത്തെ ഡ്യൂട്ടി ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു ഹൗസ് വാമിങ്ങിന് പോകാനുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ അച്ഛൻ്റെ കൂടെ തന്നെ ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഇതാണ് കേട്ടോ വീട്, അമ്മൻ്റെ കസിൻ്റെ വീടാണ്. ഹൗസ് വാമിങ് ആയിട്ടൊന്നും കഴിക്കുന്നില്ല, എന്നാലും കുറച്ച് കസിൻസ് എല്ലാവരും കൂടി ചേർന്നിട്ട്. പിന്നെ ഇന്ന് അവിടുത്തെ ഏട്ടൻ്റെ ബർത്ത്ഡേയും കൂടി കേട്ടോ. അപ്പം നേരെ വീട്ടിലെത്തി. ഇതാണ് വീട്, നല്ല രസമില്ലേ, ഒരു ഷോ പീസ് പോലെ വയ്ക്കുന്ന കേട്ടോ, ലോട്ടസിൻ്റെ. അങ്ങനെ നമ്മൾ നേരത്തെ അവിടെ എത്തി. ഇതാണ് വീട്, ഇതൊരു ലിവിങ് ഹാൾ. അതിനുശേഷം താഴെ ഒരു റൂമുണ്ട്, മേലേക്ക് സ്റ്റെയറും മേലെ 2 റൂമുണ്ട് കേട്ടോ. പിന്നെ ഇത് ഡൈനിങ് ഹാള്, പിന്നെ ഇത് വന്നിട്ട് സ്മോൾ കിച്ചൺ. ഓക്കെ, ചെന്നപ്പോൾ തന്നെ ദോശയും സാമ്പാറും ചായ കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്നു. അതിന് ശേഷം എണീറ്റ് കുളിച്ചു മാറ്റി ബ്രെഡും ഓംലേറ്റും പാലും കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞ ഒരു 10 മിനിറ്റ് കഴിഞ്ഞേരെയാണ് ചായ കുടിച്ചത്. കുറച്ച് ചായ കുടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ തന്നെ എല്ലാവർക്കും ബ്രെഡും ചിക്കൻ കറിയും ചായയും കേട്ടോ കൊടുത്തിരുന്നത്. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി കേട്ടോ, കസിൻസ്. ഇത് എല്ലാവരെയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ അറിയില്ല. അമ്മൻ്റെ കസിൻസ് ആട്ടോ, അമ്മൻ്റെ ഫാമിലിയിലുള്ള ഓരോരുത്തരാണ്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് അവിടുത്തെ ഏട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ബർത്ത്ഡേൻ്റെ കേക്ക് വന്നിട്ടോ. കേക്ക് കട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ കേക്ക് വന്നു, കാൻഡിൽസ് കത്തിച്ചു. ഇതാണ് കേട്ടോ ബർത്ത്ഡേ ബോയ് മാനുവേട്ടൻ. അങ്ങനെ കാൻഡിൽസ് എല്ലാം കത്തിച്ച് നമ്മൾ നേരെ കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കുകയാണ്. അച്ഛനും അമ്മയ്ക്കും 2 കൈകൊണ്ട് ഒരേ സമയം 2 പേർക്ക് കേക്ക് കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എല്ലാവർക്കും ഓരോരുത്തർ കേക്ക് എടുത്തു. അങ്ങനെ എനിക്കും കിട്ടിയൊരു പീസ് ഞാനും കൊടുത്തു കേട്ടോ. പിന്നെ അതിനുശേഷം അച്ഛൻ വന്നിരുന്നു കേട്ടോ. അച്ഛന് രാവിലെ തൊട്ട് ഉച്ചവരെയായിരുന്നു ഡ്യൂട്ടി. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് അച്ഛൻ വന്നു. അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. ചോറും പച്ചക്കറിയും മീൻ പൊരിച്ചതും ഉപ്പേരിയും അച്ചാറും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. അതിന് ശേഷം ഉച്ച കഴിഞ്ഞേരെ നമ്മൾ വാട്ടർ മെലൺ കഴിച്ചിരുന്നു കേട്ടോ, വത്തക്ക. കഴിഞ്ഞ് ഇറങ്ങാൻ നേരം പായസം കുടിച്ച് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങിയതായിരുന്നു. പിന്നെയാണ് നമ്മളൊരു ഫോട്ടോ എടുത്താലോ എന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എല്ലാം എടുത്തതിന് ശേഷം അവിടെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞു നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. ഗൈസ്, അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇനി ഇഫ്താർ പരിപാടിക്ക് നമ്മുടെ വക, അമ്മയുടെ വക കുഞ്ഞിക്കള്ളം ചെറുത് കൺസെപ്റ്റ്. ഇന്ന് നമ്മുടെ ഇവിടുത്തെ ജനമിത്ര റെസിഡൻസ് അസോസിയേഷൻ്റെ വക ഒരു ഇഫ്താർ സ്നേഹവിരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഓരോ മെമ്പേഴ്സും ഓരോ വിഭവം ഉണ്ടാക്കി കൊണ്ടുപോകും കേട്ടോ. ഞങ്ങളുടെ വക ഒരു കുഞ്ഞു കള്ളപ്പായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ കാമ്പുണ്ടാക്കിയ കള്ളപ്പായിട്ട് നമ്മൾ നേരെ വയലോട്ട് പോകട്ടോ. നമ്മൾ വീടിൻ്റെ അടുത്തുള്ള വയൽ വെച്ചിട്ടാണ് ഇഫ്താർ വിരുന്ന് നടക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ വയലിലെത്തിയപ്പം എല്ലാവരും ഇങ്ങനെ ഓരോരുത്തർ കൊണ്ടുവന്നതൊക്കെ അങ്ങനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അതെല്ലാം സെർവ് ചെയ്തിട്ടാണ് നമ്മളെ വയൽ. ഈ വയൽ വെച്ചിട്ടാണ് എല്ലാ പരിപാടിയും ഉണ്ടാകും. അങ്ങനെ ഇതാണ് എൻ്റെ സ്റ്റാർട്ടർ. വത്തക്ക, മുന്തിരി, പൈനാപ്പിൾ, അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സ്റ്റാർട്ടറെല്ലാം കഴിച്ചു. ഞാൻ ജിഷേച്ചിൻ്റെ അടുത്താട്ടോ ഇരുന്നിരുന്നത്. ഇതാണ് ജിഷേച്ചി, അതായത് ഞങ്ങളെ വീടിൻ്റെ തൊട്ട് ബാക്കത്തോട്ടുള്ള ജിഷേച്ചി. അങ്ങനെ സ്റ്റാർട്ടർ കഴിഞ്ഞു. ഇത്താത്തമാർ കുറച്ച് പേരൊക്കെ നിസ്കരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ നിസ്കരിച്ച് വന്നതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് ഹെവി ആയിട്ടുള്ള ഫുഡ്, അതായത് ബ്രെഡ്, ചപ്പാത്തി, നൈസ് പത്തിരി, ചിക്കൻ കറി, പിന്നെ വെജിറ്റബിൾ ഇഷ്ടു, അതെല്ലാം കഴിച്ച് നമ്മൾ അന്നത്തെ ഒരു ഡേ അവസാനിപ്പിച്ചു ഗൈസ്. ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തിയതിന് ശേഷം നല്ല ഇടിമഴയായിരുന്നു കേട്ടോ ഗൈസ്. വീഡിയോ പുതിയതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.